ഹലോ, നിങ്ങൾക്ക് ബഹ്റൈനിലെ സുമതി വളവ് എന്ന സ്ഥലത്തെ പറ്റി അറിയോ? പണ്ട് കാലങ്ങളിൽ കൊല്ലപ്പെട്ട സുമതി എന്ന പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും ഇതിലൂടെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. രാത്രി സമയങ്ങളിൽ ആരും ഒറ്റയ്ക്ക് വരാൻ തയ്യാറാവുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ സുമതി കാണുകയും സുമതി ചുണ്ണാമ്പൊക്കെ ചോദിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ സ്റ്റോറി നിങ്ങൾ വിശ്വസിച്ചാൽ ശരിക്കും ഇങ്ങനത്തെ സ്റ്റോറി ഒന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ മലയാളിയല്ലേ, നമ്മുടെ കേരളത്തിൽ കേട്ട സ്റ്റോറി ഞാൻ ഇവിടേക്ക് പകർത്തിയെന്നേ ഉള്ളൂ. പോരാത്തതിന് നിങ്ങൾ സുമതി വളവിന് സെർച്ച് ചെയ്താൽ ഇതുപോലുള്ള സ്റ്റോറി മാത്രമേ കേൾക്കാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറിയാണ്. ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, അടിപൊളി പ്ലേസാണ്. കർസഗാൻ ഫോറസ്റ്റാണ് ശരിക്കും ബഹ്റൈനിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഗൂഗിൾ മാപ്പ് പോലും അംഗീകരിച്ചത് സുമതി വളവ് എന്ന പേരിലൂടെയാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും നിങ്ങൾക്കറിയോ, ഈ പേര് നൽകിയത് ഒരു മലയാളിയാണ്. എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവുമല്ലോ. മലയാളിയുടെ സംഭാവനയാണ് സുമതി വളവ് എന്നത്. ശരിക്കും ഇത് കർസഗാൻ ഫോറസ്റ്റാണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ സുമതി വളവ് എന്ന് കാണാൻ കഴിയും ഈ കർസഗാൻ ഫോറസ്റ്റിനെ. അതൊരു നമുക്ക് അഭിമാനിക്കാം കേട്ടോ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു കേരളത്തിൻ്റെ ഒരു ടച്ച് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ റോഡും അതുപോലെ തന്നെ ചുറ്റും മരങ്ങളും കുറ്റിക്കാടും. ശരിക്കും ബഹ്റൈനിലെ യാത്ര ചെയ്യുന്നത് നമുക്കൊരു ഫീൽ കിട്ടുന്നേയില്ല. ശരിക്കും ഒരു കേരളത്തിലൂടെ ഏതോ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഏതോ ഒരു മലയാളി നൽകിയ പേരാണ് സുമതി വളവ് എന്ന് പറയുന്നത്. ശരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. സുമതി എന്നൊരു പെൺകുട്ടി ഉണ്ടായി കൊല്ലപ്പെട്ടു. ശരിക്കും ഈ സ്ഥലത്തിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. മേ ബി ആയിരിക്കും, ഫോറസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തു, ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നും ഇതൊക്കെ എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ സ്റ്റോറിയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് ഒരു അടിപൊളി ബീച്ചിലിട്ടാണ്. എനിക്ക് ബീച്ചിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു നഷ്ടമായിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ബീച്ചിൻ്റെ വീഡിയോ എടുത്തിട്ടാണ്. ഒരു അടിപൊളി ബീച്ചിലാണ് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത്. പകൽ സമയങ്ങളിൽ കുറേ ആൾക്കാരുണ്ടാകുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ആ ബീച്ചിലോട്ട് പോകുന്നതും അതുപോലെ തന്നെ ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് മലയാളീസാണ്, അധികവും മലയാളീസാണ് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാടല്ലേ, എല്ലാവരും മലയാളീസ് ഇഷ്ടപ്പെടുന്നതാണ്. പച്ചപ്പ് എല്ലാവരും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ രാത്രി 9:30 മണിയായി ഇപ്പോൾ തന്നെ. അപ്പോഴാണ് നൈറ്റ് യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് വീഡിയോസിന് ക്ലാരിറ്റി എൻ്റെ മാക്സിമം എനിക്ക് കഴിയുന്നത്ര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പക്ഷേ ഒരു ഫീൽ വേറെ തന്നെയാണ് കേട്ടോ. നൈറ്റിന് പോകുന്ന ഫീൽ വേറെ തന്നെയാണെന്ന് പറയുന്നത്. പകൽ സമയങ്ങളിൽ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ നമുക്ക് സുമതി വളവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഹൊറർ ഫീലിംഗ് ഉണ്ട്. ആ ഫീലൊക്കെ കിട്ടണമെങ്കിൽ നൈറ്റ് യാത്ര ചെയ്യണം കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ബഹ്റൈനിൽ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും രാത്രിയും പകലും പോയിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് സുമതി വളവ് എന്ന് പറയുന്നത്. അടിപൊളിയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.